രാഖ ഇന്ന് ഡൽഹി ഓഫീസിലൊരു കോൺഫറൻസിന് പോയപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ കേട്ടോ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി. അത് ഇന്ന് ഓൺലൈൻ വന്നേ, ഇത് പൊട്ടിക്കട്ടെ. സ്റ്റീലാട്ടോ, നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലാ. കണ്ണാടി നോക്കാം. ഒരു സ്റ്റീലിന്റെ ട്രേ ആയിട്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് സംഭവം, നല്ല രസമുണ്ട്. വിളക്കിനെ മുന്നിൽ വെക്കാം. ഇപ്പോൾ സ്റ്റീലാണെങ്കിലും നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. ശരിക്കും ഒരു വെള്ളിപ്പാത്രം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് രാഖയുടെ ഒരു കൊളീഗ് കൊടുത്ത കേട്ടോ. നമ്മുടെ ഇവിടെ കുറച്ച് ലാൻഡ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഗാർഡനറെ വെച്ചിട്ട് കൃഷി ചെയ്യാം. ഞാൻ നേരത്തെയും ഇതിന്റെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ മാലി എന്ന് പറയും ഗാർഡനറിന്. അപ്പൊ അവർക്ക് മന്ത്ലി പൈസ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ഓർഗാനിക് സംഭവമാണ്. ഇന്ന് നമ്മുടെ കോഫി ഹൗസിൽ സ്പെഷ്യലായിട്ട് ഫുഡുള്ള ദിവസമായിരുന്നു. ചിക്കൻ പട്ടിയാല, വെജ് പട്ടിയാല, നമ്മുടെ കേരള പൊറോട്ട. അപ്പോൾ അത് വാങ്ങി രാഖി അതേ എത്തിയിട്ടുണ്ട്. വീക്ക്ലി ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് കാണും. അതൊരു 3 മണിക്ക് മുന്നേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യണം. നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഇവിടുത്തെ. ഇത് വെജ് ആയിരിക്കും പട്ടിയാല. രണ്ട് പട്ടിയാല, വെജ് പട്ടിയാല, ചിക്കൻ പട്ടിയാലയാണ്. ഇത് ചിക്കൻ പട്ടിയാല, ചിക്കൻ തന്നെയാ. ഇത് ചില്ലി ഗോപി. ഇന്ന് എന്തായാലും റബ്ബർ ബാൻഡ് ലൂസല്ലേ, അതെടുത്തേ. പൊറോട്ട മലബാർ പൊറോട്ട. മലയാളി തന്നെയാണോ അടിച്ചത് അതോ തമിഴ് വല്ലവരോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ ഉള്ളവർ അടിച്ചിട്ട് ശരിയാവുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. നോർത്ത് ഇന്ത്യൻസോ? അവർക്ക് എന്തോ അറിയാം. നോർത്ത് ഇന്ത്യൻസ് അല്ല, കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പൊറോട്ട സൂപ്പർ. അങ്ങോട്ട് വെച്ച് എടുത്തു. പൊറോട്ട സൂപ്പറാ. രണ്ട് വലുതാണല്ലോ. 3 മതിയോ? ഇത് വെജിറ്റബിൾ പട്ടിയാലയാണ്. നോക്കട്ടെ, ഇത് വെജിറ്റബിൾ. അതെന്താ പട്ടിയാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊഫ്ത പോലെ വെക്കുന്നതാണോ? അത് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇത് പീസാക്കി ഇങ്ങനെ വെച്ചേക്ക് വരും കണ്ടോ, പട്ടിയാലെന്ന് പറഞ്ഞോ. നോക്കൂ, എനിക്ക് ഏതാ ചിക്കൻ ഏതാ വെജെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ചിക്കനാന്ന് തോന്നുന്നു. മുട്ട റോൾ ചെയ്ത് വെച്ചേക്കും, അതിനകത്ത് എഗ്ഗ് റോൾ ചെയ്ത് വെച്ചേക്കും കണ്ടോ. എഗ്ഗ് റോൾ ചെയ്ത് വെച്ചേക്കുവാണ് ചിക്കനകത്ത്. ഇത് വെജിറ്റബിൾ സംഭവം. എന്തായാലും സൂപ്പറാട്ടോ. പൊറോട്ടയും കൊള്ളാം അല്ലേ? പൊറോട്ട വലിയ കുഴപ്പമില്ലായിരുന്നു. വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്തിട്ട് ചുറ്റും കടലമാവിന്റെ ഒരു റോളായിരുന്നു വെജ് പട്ടിയാല. എഗ്ഗ് റോൾ ചെയ്ത് അകത്ത് ചിക്കൻ വെച്ചായിരുന്നു ചിക്കൻ പട്ടിയാല. പിന്നെ ചില്ലി ഗോപിയും പൊറോട്ടയും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ വീക്ക് ഡേ ആണ്. അങ്കിത്തിന് സ്കൂളിൽ പോകാനുള്ള ടിഫിന് അവന് പൊറോട്ട ബാക്കിയുള്ളതും ആ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതി എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് പിന്നെ അത് തന്നെ ഞാൻ കൊടുത്തയക്കുവാണ്. അത് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും രാഖയ്ക്കുള്ള ചായ ഇന്ന് അങ്ക് പോകുന്നതിന് മുന്നേ ഇടുകയാണ്. പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ചായ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുത്തു. കൂടെ നമ്മുടെ പൊറോട്ട ആവി കയറ്റി ഗ്രേവിയും ചൂടാക്കി അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ശരിക്കും ദോശയായിരുന്നു ഇന്ന് കൊടുത്തു വിടാനിരുന്നത്. പക്ഷേ അവൻ്റെ ആഗ്രഹപ്രകാരം എന്തായാലും പൊറോട്ടയും കറിയും തന്നെ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിളും കൂടെ ഞാൻ കഴുകി അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അങ്കുവിൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി അവൻ റെഡിയായതാ ഇറങ്ങാൻ പോവാ. ഇനി രാഖയെ പോകാനുള്ള തിരക്കാണ്. ഇന്നിപ്പോൾ സമയം 10 മണിയായിട്ടുണ്ടേ. ലഞ്ചിന് ഞാൻ ക്യാബേജിൻ്റെ ഒരു മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കി. കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരു കോമ്പിനേഷൻ ആണല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് സാമ്പാർ എടുത്ത് ചൂടാക്കാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത് തീർക്കണം. പിന്നെ ക്യാബേജ് എടുത്ത് ഒന്ന് മെഴുക്കുവരട്ടും, പിന്നെ ചോറും അത് തന്നെയാണ്. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാബേജും കോളിഫ്ലവറും ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ ഈ ടൗൺഷിപ്പിലുള്ള ആളുകൾ തന്നെ കുറച്ച് സ്ഥലം എടുത്തിട്ട് മാലി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനറിന് അവർ മന്ത്ലി പൈസ കൊടുത്താൽ മതി, അവർ കൃഷി ചെയ്യിക്കും. എന്നിട്ട് അവർക്ക് തന്നെ വിളവെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. രാഖയുടെ കൊളീഗ്സൊക്കെ അവരുടെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ നമുക്ക് തരും. അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും.
അപ്പോൾ അതിൽ ക്യാബേജാണ് ഞാൻ ഇന്നെടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് കോളിഫ്ലവർ രാത്രി ചില്ലി ഗോപി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. രാക്കയുടെ ഫേവറേറ്റാണ് ചില്ലി ഗോപി. നമ്മുടെ പൊറോട്ട കോഫി ഹൗസിൽ നിന്ന് വാങ്ങിയത് ബാക്കി ഇരിപ്പുണ്ട്. 2 എണ്ണം ബാക്കി രാക്കയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അങ്കിത്തിന് സ്കൂളിൽ കൊടുത്തു വിട്ടു. അരി എന്തായാലും അടുപ്പിട്ടിട്ടുണ്ട്. ഇനി ക്യാബേജ് ഒന്ന് അരിയണം. പിന്നെ സാമ്പാർ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ചൂടാക്കിയാൽ മതി. ഒന്ന് തണുപ്പ് മാറിയിട്ടൊന്ന് ചൂടാക്കും. നമ്മുടെ പണിക്കാരിക്ക് സുഖമില്ല, പണിക്കാരിക്ക് പനിയാണ്. ഒരു കല്യാണം ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഡൽഹിയിലെത്തും. അപ്പോൾ അവിടെ പോയിട്ട് രാത്രിയിൽ ഇവർ ഈ കല്യാണമൊക്കെ രാത്രിയിലാണ്. അപ്പോൾ കുറേ മഞ്ഞും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ട് തൊണ്ടയൊക്കെ അടച്ചാകെ പ്രശ്നമായി. അപ്പോൾ വേറെ ഒരാളെയാണ് വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസമായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ പണിക്കാരികളൊക്കെ വരുന്നത്. അപ്പോൾ ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ അവധി എടുക്കുമ്പോൾ ഇവർക്ക് പോകാമല്ലോ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്കും ഉപകാരമാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല, ആരെയും പറഞ്ഞു വിടണ്ട, ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ തൂത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് അടിച്ച് വാരി. പക്ഷെ തുടയ്ക്കാനാണെങ്കിൽ അവർ തുടയ്ക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് തുടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഹെൽത്തും കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ആകെ ബഹളമാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന് നമുക്ക് പുറത്ത് തുറക്കുമ്പോൾ തന്നെ പൊടി ഇങ്ങനെ അടിച്ച് കയറുകയാണ്. പെയിൻറ്റൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വരും. അവിടുത്തെ അവരൊക്കെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ അല്ലാതെ ഒരു കാറ്റും ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തുടച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ പൊടി ഒരുപാടുള്ളൊരു ഏരിയ ആണ് ഞങ്ങളുടെ. പിന്നെ ഇന്ന് തുണി കഴുകാനൊന്നും ഇടാനില്ല, കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോവാട്ടോ. അരി അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ക്യാബേജ് ഒന്ന് കഴുകി അരിഞ്ഞ് മെഴുക്കുരട്ടിയാൽ മതി. സാമ്പാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പൊന്ന് മാറിയിട്ട് ചൂടാക്കി അതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഇതാണ്. വലിയൊരു കോളിഫ്ലവറും പിന്നെ ഒരു കുഞ്ഞൻ കോളിഫ്ലവറും 2 ക്യാബേജും ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്യാബേജ് എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ്. നല്ല തളിരില പോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഓർഗാനിക്കും ആണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കുറച്ച് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവൻ അങ്ങ് അരിഞ്ഞെടുക്കുവാണ്. അത്രയ്ക്ക് ഫ്രഷാണ്. അപ്പോൾ അതേ ഒരു കഷ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് കളഞ്ഞിട്ട് ബാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് വെള്ളം ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൈപ്പിൽ വെള്ളം അതിലൊരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. ആ ഒരു സ്മെല്ലുണ്ടല്ലോ ക്യാബേജിന്, അതുപോലും ഇതില്ല. ഫ്രഷ് ക്യാബേജ് ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്യാബേജ് മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തു.
അതിനകത്ത് ആ കട്ടിയുള്ള ഭാഗം പോലും നല്ല തളിര് പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ പച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, ഒരു ചെവയോ ഒരു സ്മെല്ലോ ഒന്നുമില്ല, അത്രയ്ക്ക് ഫ്രഷാണ്. ഇവിടെ വിഷമൊന്നും അടിക്കാത്ത നല്ല ഓർഗാനിക് ക്യാബേജ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും ഇത് മുഴുവൻ ഞാൻ ഇന്നങ്ങ് കറി വെക്കാൻ തീരുമാനിച്ചു. കറിയല്ല കേട്ടോ, ഞാനൊരു മെഴുക്കുവരട്ടി പോലെ വെക്കുന്നത്. ക്യാബേജിനായിട്ട് ഞാൻ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ തക്കാളിയാണ്. എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. വെള്ളം തക്കാളിയിലുണ്ടല്ലോ. അതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പൊടികളും ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ക്യാബേജ് ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി അടച്ച് വെച്ച് വേവിച്ചിങ്ങെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരപ്പൊടി, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് ഞാൻ പൊടികളായിട്ട് ചേർത്തത്. ഇതെല്ലാം ഒന്ന് പച്ചമണം മാറ്റി എടുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഇട്ട് കുറച്ച് വീതം ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല, കാരണം മെഴുക്കുവരട്ടിയായിട്ടാകുമ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ പാൽക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു 3-4 തവണയെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് ലസ്സി കൊണ്ടുതരും. അവിടെ ഈ വെണ്ണ കടയുമല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ലസ്സിയാണ്. അപ്പോൾ അതും ഇരിപ്പുണ്ട്. അതിൽ കുറച്ചെടുത്ത് തണുപ്പ് മാറാനായിട്ട് ഞാൻ അതും പുറത്തെടുത്ത് വെച്ചതിൻ്റെ കൂടെ കഴിക്കാമല്ലോ. നമ്മുടെ മോരും വെള്ളം, അതാണ് സംഭവം. 12 വർഷമായി പുള്ളി തന്നെയല്ലേ പാല് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള പരിചയത്തിൽ കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറും ചൂടാക്കാനായിട്ടൊന്ന് എടുത്തു വെച്ചപ്പോൾ നമ്മുടെ പുതിയ മെയ്ഡ് വന്നിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരിയാണ്. അപ്പോൾ എന്തായാലും വന്ന് ചെയ്തത് നന്നായി. നമുക്ക് തുടയ്ക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, അല്ലാത്ത പൊടിയാണ്. അങ്ങനെ ഇന്ന് ഉച്ചവരെയുള്ള ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. കുറച്ച് തുണി നമ്മുടെ തേപ്പാരം കൊണ്ടുവച്ചത് അലമാരിലോട്ട് വെക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് വെക്കുവാണ്. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേയും കൂടെ ശിവരാത്രി ആശംസകളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.